ഹലോ, ഒന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. തീർത്തൂനെയും നന്ദൂനെയും ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് പിക്ക് ചെയ്തു. അവർക്കുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എക്സ്പോ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. കോട്ടയ്ക്കിലെത്തിയപ്പോൾ ഒരു വേലേൻ്റെ വരവ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. ഞങ്ങൾ എക്സ്പോ നടക്കുന്ന സ്ഥലത്തെത്തി. കോട്ടയ്ക്കിലാണിത്. കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. അവരെല്ലാവരും അവിടെ ഓടിച്ചാടി നടക്കുകയായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന വലിയൊരു ആമേനെയാണ്. അത് കഴിഞ്ഞിട്ട് ചെല്ലുന്നത് ബേഡ്സിൻ്റെ ഒരു ഏരിയയ്ക്കാണ്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. അവിടെ ബേഡ്സിന് കൂട്ടിലിട്ടതല്ല, അവിടെ വെറുതെ അവർ ഇങ്ങനെ പറത്തിയിട്ട് കളിക്കുകയാണ്. പിന്നെ എത്തുന്നത് ഈ റോബോട്ട് ഡോഗിൻ്റെ അടുത്താട്ടോ. ഇത് എല്ലാവരും ഓടിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ചീറി ഓടുകയായിരുന്നു. ഞങ്ങളും കുറേ ഓടിച്ചു. അങ്ങനെ നേരെ ചെന്നത് പിന്നെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഒരു പൂങ്കാവനാണ്. നിറയെ പൂക്കൾ, പലതരം പൂക്കൾ, വെറൈറ്റി പൂക്കൾ, വലിയ സൈസിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പൂമ്പാറ്റ, തുമ്പി, വണ്ട്, പിന്നെ പുൽച്ചാടി, വലിയൊരു പുലിയുണ്ട്, കൊമ്പനാനുണ്ട്. അവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. എല്ലാവരും നിരന്ന് എല്ലായിടത്തും നിന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഫിഷിൻ്റെ ഏരിയയ്ക്കാണ്. വലിയ സ്രാവാണ് കേട്ടോ. കുട്ടികൾക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ റെയിൻബോ ഫിഷിനെയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വെറൈറ്റി ഫിഷുകൾ, നമ്മൾ തീരെ കാണാത്ത മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ആർച്ച് വലുതാണ്. ഇതൊരു സംഭവം നല്ല രസമായിരുന്നു. നമുക്ക് തോന്നും അത് ക്യാറ്റ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്, പക്ഷെ അതെന്തോ അവർ ചെയ്തതാണ്. കാണുമ്പോൾ അങ്ങനെ തോന്നും. അത് കഴിഞ്ഞിട്ട് ചെല്ലുന്നത് ഷോപ്പിംഗ് ഏരിയയ്ക്കാണ്. പല സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സ്വീറ്റ്സ്, പിന്നെ അത് കളറിങ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഊതിയിട്ട് കളർ ചെയ്യുന്നത്. പിന്നെ ഹൽവ, പിന്നെ ചിപ്സ്, പിന്നെ സ്റ്റേഷൻ, പല സാധനങ്ങൾ, സ്വീറ്റ്സുകൾ, അങ്ങനെ പല ഐറ്റങ്ങളുണ്ട്. ഇത് ജീവനുള്ള പാമ്പ്, ഊന്ത്, ബേഡ്സ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കയ്യിലൊക്കെ പിടിക്കാൻ തരും കേട്ടോ പാമ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് മാജിക് സ്കൂപ്പാണ്. ഇവിടെ അരീരി നന്ദും അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം ഇത് കേട്ടോ, ഇയാൾ അവിടെയൊക്കെ നടക്കുന്നു, അയാളുടെ കൂടെ നടക്കുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിൻ്റെ കളി കണ്ടിട്ട് അവിടെ ഉള്ള ആൾ ചുമ്മാ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാജിക് സ്കൂപ്പ് ട്രൈ ചെയ്ത് നോക്കി. അവന് കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം പിടിച്ചിട്ടാ കൊടുക്കാണ്ടായപ്പോൾ. പിന്നെ അയാൾ കൊടുത്തു. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. നേരെ ഇറങ്ങിയത് റൈഡുകൾ നടക്കുന്ന ഏരിയയ്ക്ക് കേട്ടോ. നമ്മൾ ചെന്നപ്പം ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് പോയത്. അത് കാരണം തിരക്കേ ഉണ്ടായില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഈ റൈഡ് ഒന്നും ഇഷ്ടമല്ല. കാരണം എനിക്ക് നല്ല പേടിയാണ്. നന്ദു തീർത്തും ആരുട്ടനും കൂടി ഈ റൈഡ് കയറി. പക്ഷേ ആരുട്ടൻ കരഞ്ഞലമ്പി. അത് കഴിഞ്ഞിട്ട് ഇവർ വഞ്ചിയിൽ കയറാൻ പോവാം. ഞാൻ കുറേ പറഞ്ഞിട്ട് വേണ്ട, കാരണം എനിക്ക് പേടിയാണത്. പക്ഷെ അവർ നല്ല എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങളൊക്കെ കഴിഞ്ഞ് പോയി. എത്രയുള്ളൂ. ഓക്കെ, ബൈ.